ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്ദനായ പോൾ റമ്പാച്ചൻ, മാത്തുക്കുട്ടി അച്ഛൻ, എൽദോ അച്ഛൻ, കർത്താവിൽ അനുഗ്രഹീത മക്കളെ, അതോടൊപ്പം ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ പ്രത്യേകിച്ച് ഗ്രിഗോറിയൻ ടി വിയിലൂടെ കാണുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള നാളുകളാണ്. നാം പലപ്പോഴും പെന്തിക്കോസ്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്നത് ചില അന്യഭാഷകളിൽ സംസാരിച്ച ഒരു സമൂഹത്തെക്കുറിച്ചാണ്. എന്നാൽ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിക്കണം. എന്തിനാണ് വിവിധങ്ങളായ ഭാഷകളിലൂടെ അവർ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ക്രിസ്തുവേശുവിൻ്റെ വെളിച്ചത്തിലേക്ക്, ക്രിസ്തു സഭയിലേക്ക് ഒരു സമൂഹം വന്നു ചേരണം. ഈ മഹത്തായ അറിവാണ് യഥാർത്ഥത്തിൽ പെന്തിക്കോസ്തിയുടെ. പക്ഷേ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ അവർക്കൊരിക്കൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ പെന്തിക്കോസ്തിയുടെ അനുഭവത്തിലൂടെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു ദിവസം 3000 പേരെ ക്രിസ്തു സഭയോട് ചേർക്കുവാനുള്ള കൃപ ഞങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് നൽകിയിട്ടുണ്ട്. ഇന്നലകളിൽ ക്രിസ്തു ഒരുപക്ഷെ എത്ര ചെയ്തു എന്നറിയത്തില്ല. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഒരു വലിയ ജനസമൂഹത്തെ ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവരുവാൻ അപ്പോസ്തലന്മാരിലൂടെ സാധിച്ചത്, അതിൻ്റെ ഒരു വെളിച്ചമായിട്ടാണ് പെന്തിക്കോസ്തിയെ നമ്മൾ കാണുന്നത്. എന്നാൽ പെന്തിക്കോസ്തിയെക്കുറിച്ച് ഞാൻ വായിക്കുമ്പോഴൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാകണം. പെന്തിക്കോസ്തി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതല്ല, ക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, നമ്മളും പെന്തിക്കോസ്തിയുടെ അനുഭവത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കേവലം അറിവായി ക്രിസ്തുവിനെ നിൽക്കാതെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറുമ്പോൾ അത് പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്, ഒരു ശുശ്രൂഷയിൽ വന്ന് നിൽക്കുന്നു, എന്തൊക്കെയോ ദൈവവചനങ്ങൾ കേൾക്കുന്നു, അതാണ് പെന്തിക്കോസ്തി. അല്ല, അതിനപ്പുറത്ത് ആ അനുഭവത്തിൽ നമുക്ക് അനുദിനം നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കുന്നു, അത് ദൈവികപരമായി ജീവിക്കാൻ നമുക്ക് തയ്യാറെടുക്കുകയും കൊണ്ടുപോവുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോൾ അത് പെന്തിക്കോസ്തിയുടെ അനുഭവമാണ്. നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഞാൻ നോക്കിയപ്പോൾ പെന്തിക്കോസ്തിക്ക് ശേഷം ആദ്യത്തെ വെള്ളിയാഴ്ച ഗോൾഡൻ ഫ്രൈഡേ എന്നാണ് പറയുന്നത്, സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന. അപ്പോസ്തലന്മാരൊക്കെ ദേവാലയത്തിൽ ഇങ്ങനെ പോകുക പതിവാ. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ തൻ്റെ ശിഷ്യന്മാർ ദേവാലയത്തിൽ പോകുമ്പോൾ അവിടെ ഒരു മുടന്തനെ സുഖപ്പെടുത്തിയ സംഭവം നിങ്ങൾക്കെല്ലാം അറിയാം. ദേവാലയത്തിൽ ആരൊക്കെയോ ചേർന്ന് ദേവാലയത്തിൻ്റെ അടുത്ത് ആ മുടന്തനെ കൊണ്ടുവെക്കും. അവൻ എന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കും, ആരെങ്കിലുമൊക്കെ ഭിക്ഷ നൽകിയാൽ അത് മേടിച്ച് ജീവിക്കണം. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായൊക്കെ പോകുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഈ മുടന്തൻ അവിടെ ഉണ്ട്. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ച് ക്രിസ്തു പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമില്ലേ, നിനക്ക് സൗഖ്യം ആവശ്യമുണ്ടോ? കാരണം ചില മനുഷ്യരൊക്കെ സൗഖ്യമല്ല ആഗ്രഹിക്കുന്നത്, എൻ്റെ അനുദിന ജീവിതത്തിന് ആവശ്യമായ പണം നൽകിയാൽ മതി. നമ്മൾ പലരും വിചാരിക്കുന്നത് എന്താ, എൻ്റെ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ ജീവിതത്തിലെ പല ദുഃഖങ്ങൾ, ഇതുപോലെ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ ഈ മുടന്തനെയും കാണുന്നത്. ആ മുടന്തനും അവിടെ ഇരിക്കും. കർത്താവ് ഇങ്ങനെ പോകുമ്പോൾ ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അവൻ ഒരിക്കൽ പോലും എന്ത് ചോദിച്ചിട്ടില്ല, എനിക്കൊരു പക്ഷെ വേദപുസ്തകത്തിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്പോസ്തലന്മാർ പോയപ്പോഴും ഈ അപ്പോസ്തലന്മാരുടെ നമ്മൾ വിചാരിക്കും, ക്രിസ്തു പറയുന്നൊരു വാക്ക് നിങ്ങൾക്കറിയാമല്ലോ, എലീശ പ്രവാചകന്റെ കാലത്ത് സിറിയയിൽ ഒത്തിരി കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിലും സിറിയക്കാരനായ നയമാൻ മാത്രമേ സൗഖ്യമായുള്ളൂ. ഏലിയ പ്രവാചകന്റെ കാലത്ത് അനേക വിധവകൾ ഇസ്രായേലിൽ ഉണ്ടായിട്ടും ആര് മാത്രമേ സൗഖ്യപ്പെട്ടുള്ളൂ? സാർഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് മാത്രമാണ് ഏലിയ പ്രവാചകനെ അയച്ചത്. അപ്പോൾ യേശുക്രിസ്തു ഇത് പറയാൻ കാരണം, താൻ പോകുന്ന വഴികളിൽ എല്ലാവരെയും സുഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് 3 പേരെ മരിച്ചു പോയിട്ടുള്ളൂ. യായിറോസിൻ്റെ മകളും അല്ലെങ്കിൽ ലാസറും ഒക്കെയുള്ള മരിച്ചത്, എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, കർത്താവ് പലപ്പോഴും ചെയ്യുന്ന അത്ഭുതം, ഈ അത്ഭുതങ്ങളല്ല ദൈവപുത്രൻ എന്നതിൻ്റെ അളവ്. അതാണ് കർത്താവ് നമ്മളെ പഠിച്ചത്. ദൈവപുത്രൻ എന്നതിൻ്റെ അളവുകോൽ അത്ഭുതങ്ങളല്ല.
അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാരും അത് ചെയ്തിട്ടില്ലേ? അപ്പോൾ ദൈവപുത്രൻ എന്നതിൻ്റെ അളവുകോൽ ഒരിക്കലും ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല, അതിനപ്പുറത്തേക്കാണെന്ന്. അതുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇവരുടെ കയ്യിലും പണമൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, യൂദായുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ധനം സ്വരൂപിച്ചു വെക്കുന്ന രീതിയുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല. അതുകൊണ്ടല്ലേ യൂദാ ചോദിക്കുന്നൊരു ചോദ്യം, ഇത് ദരിദ്രർക്ക് കൊടുക്കരുതോ? അതുകൊണ്ട് അവരുടെ രീതിയിൽ യേശുക്രിസ്തു എപ്പോഴും സൗഖ്യത്തെക്കുറിച്ചല്ല ചിന്തിച്ചിരുന്നത്. ചില മനുഷ്യ ജീവിതത്തിൽ ദുഃഖങ്ങളും ദാരിദ്ര്യവുമാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് ഏതാ? ഈ ധനമെടുത്ത് കൊടുക്കുക. അതുകൊണ്ട് ഈ മുടന്തൻ പോലും, ഞാൻ വിശ്വസിക്കുന്നത്, കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവുമായി കടന്നു പോകുമ്പോൾ ഈ സ്വർണ്ണവെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ദിവസത്തിൽ പെന്തിക്കോസ്തിയുടെ അനുഭവം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അവിടെ പോകുമ്പോൾ ഈ മുടന്തന് പണ്ടൊക്കെ ശിഷ്യന്മാർ പോകുമ്പോൾ എന്താ കൊടുത്തത്? നാണയത്തൂട്ടുകളായിരിക്കാം. അതുകൊണ്ടാണ് അവൻ വളരെ കാര്യമായി ആരെ നോക്കിയെന്ന് പറയുന്നത്. നേരത്തെ പോയപ്പോൾ ഒരു ഗുരുനാഥനും കൂടിയുണ്ട്, ഏതാണ്ട് 5-12 ശിഷ്യന്മാരുമുണ്ട്. ഇന്ന് 2 പേര് മാത്രമേ ഉള്ളൂ, പത്രോസും യോഹന്നാനും. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവരവനെ ഉറ്റുനോക്കി. ഇന്നലത്തെ പോലെ തന്നെ എന്തെങ്കിലും നാണയങ്ങളാണ് കിട്ടുന്നതെന്നാണ് അവൻ വിശ്വസിച്ചത്. അവിടെയാണ് പത്രോസ് പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് തരുന്നു നസറായനായ യേശുവിൻ്റെ നാമത്തിൽ. ഇതാണ് പെന്തിക്കോസ്തിയുടെ അനുഭവം. പെന്തിക്കോസ്തിക്ക് മുമ്പുള്ള അപ്പോസ്തലന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമായി. എന്താ? നാളെ മുതൽ എങ്ങനെ ജീവിക്കും? കർത്താവ് കൂടെയുള്ളപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു. ഇനി നാളെ മുതൽ എങ്ങനെ ജീവിക്കും എന്നുള്ള പ്രതിസന്ധിയിലാണ് അവർ മീൻ പിടിക്കാൻ പോലും പോയത്. നിങ്ങൾക്കറിയാം അല്ലേ? അവർ തിബ്രിയോസിൻ്റെ കടൽ തീരത്ത്, അല്ലെ ഗലീലായുടെ തീരത്ത് മീൻ പിടിക്കാൻ പോയതിൻ്റെ കാരണം എന്താ? നാളെ എങ്ങനെ ജീവിക്കുമെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അവർ ജീവിച്ചിരുന്ന, അവർ ആഗ്രഹിച്ചിരുന്ന അവരുടെ മനസ്സിലെ ചിന്ത ഇതായിരുന്നു, ദൈവം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് ധനമാണ്. പക്ഷേ പെന്തിക്കോസ്തിയുടെ അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ, അവർ ദേവാലയത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ മുടന്തനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇന്നലെ വരെ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ധനത്തിലോ അല്ലെങ്കിൽ ഈ ലോകപ്രകാരമുള്ള വസ്തുക്കളിലോ അല്ല ഞങ്ങൾ ഇനിയും വിശ്വസിക്കുന്നത്, മറിച്ച് നസറായനായ യേശു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയില്ല. ഇതൊരു വലിയ അറിവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, പെന്തിക്കോസ്തിക്ക് മുമ്പുള്ള അപ്പോസ്തലന്മാർ ധനത്തിലാണ്, സൗകര്യങ്ങളിലാണ്, നാളുകളിൽ മീൻ പിടിച്ചാൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന അപ്പോസ്തലന്മാർ പെന്തിക്കോസ്തിയുടെ അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ ഈ മുടന്തനായ മനുഷ്യൻ ഈ അപ്പോസ്തലന്മാരെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, വെള്ളിയും പൊന്നും. കാരണം ഇന്നലെ കൊടുക്കാനുണ്ടായിരുന്നത് ചിലപ്പോൾ ചില നാണയങ്ങളാണെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് നിനക്ക് നൽകാനുള്ളത് നാണയങ്ങളല്ല, മറിച്ചെന്താ? ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിൽ ആഭവിച്ചു. ആ ഗുരുനാഥനാണ് അല്പനാളുകൾക്ക് മുമ്പ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഈ ദേവാലയത്തിൽ വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം ക്രൂശിതനായി ഉയർത്തെഴുന്നേറ്റു. അദ്ദേഹം ഞങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഞങ്ങളിലൂടെ വ്യാപരിക്കുന്നത് എന്ന മഹത്തായ വചനമാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസ്തിയുടെ അനുഭവം എന്താണെന്ന് പറഞ്ഞത് ഈ ഒറ്റ വാക്കില്ല. നിങ്ങൾ ചോദിച്ചേക്കാം, ആത്മാവിറങ്ങി അന്യഭാഷകളിൽ സംസാരിച്ച് എല്ലാം ശരിയാണ്, പക്ഷെ പെന്തിക്കോസ്തിയുടെ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുക. നിങ്ങൾ ഈ ദേവാലയത്തിൽ ഇരിക്കുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്നെങ്കിൽ നമ്മൾ ഒരു പെന്തിക്കോസ്തിയുടെ അനുഭവത്തിലാണ്. മറിച്ച് നമ്മൾ പലപ്പോഴും പെന്തിക്കോസ്തി എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ബഹളം വെക്കുന്നു, ആത്മാവിൽ സംസാരിക്കുന്നു, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് ആർക്കാ? വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കാണ്. ഈ ഒരു മഹത്തായ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഉള്ളിൽ വേണം. അതുകൊണ്ട് അന്യഭാഷകളോ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലുള്ള സംസാരത്തെക്കുറിച്ചോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പെന്തിക്കോസ്തിയുടെ അനുഭവം ദൈവത്തെ അറിയുക എന്നുള്ളതല്ല, ദൈവത്തെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ഇത് അപ്പോസ്തലന്മാരുടെ കൂടെ, കർത്താവിൻ്റെ കൂടെ അപ്പോസ്തലന്മാർ നടക്കുമ്പോൾ ശിഷ്യന്മാർക്ക് കർത്താവിനെ അറിയാമായിരുന്നു. പെന്തിക്കോസ്തിയിൽ കർത്താവിനെ അവർ അനുഭവിച്ചറിഞ്ഞു. ഇതാണ് പെന്തിക്കോസ്തിയുടെ അനുഭവം. ഇങ്ങനെ പഴയ നിയമ ചരിത്രത്തിൽ ഇങ്ങനെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു സംഭവത്തെയാണ് ഞാൻ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തേക്കുന്നത്.
ഇങ്ങനെ ഒരു അതിനെ പെന്തിക്കോസ്തി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ പെന്തിക്കോസ്തിയുടെ അനുഭവം എന്താണെന്ന് പറഞ്ഞു. ആ പെന്തിക്കോസ്തിയുടെ അനുഭവത്തിലുള്ള ഒരു സംഭവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കൊണ്ടുവരികയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. വാക്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ദൈവത്തിൻ്റെ ഒരു വചനമാണിത്. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നമ്മളെല്ലാവരും ഏതോ പ്രതീക്ഷയോടല്ലേ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എന്തോ ഒരു പ്രതീക്ഷയുണ്ടല്ലേ? ഏതോ ചില ആഗ്രഹങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ അത് ദൈവം എനിക്ക് ചെയ്തു തന്നാൽ നല്ലത്. ഇങ്ങനെ ആഗ്രഹിച്ചു പോയ 3 രാജാക്കന്മാരെ കുറിച്ചുള്ള ഒരു സംഭവമാണ് ഈ വേദപുസ്തകത്തിലുള്ളത്. 3 രാജാക്കന്മാർ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നാളുകളിൽ വെള്ളമില്ല എന്ന് വിചാരിച്ച് ദുഃഖിതരായി പോകുമ്പോൾ അവിടെ ഒരു മഹാത്ഭുതം നടക്കുകയാണ്. ആ അത്ഭുതത്തെയാണ് അവിടെ വർണ്ണിക്കുന്നത്. നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചു കൊണ്ട് വന്നോ അത് ആകാശത്തു നിന്ന് മഴയായിട്ട് വരികയില്ല, അതായത് കാറ്റായി വരികയില്ല. പക്ഷേ നിങ്ങളിവിടെ ചില കുഴികൾ എടുക്കുമ്പോൾ അവരിൽ വന്ന് വെള്ളം നിറയും, അത് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര. ഇതാണ് പെന്തിക്കോസ്തിയുടെ അനുഭവം. പെന്തിക്കോസ്തിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ വഴികളിലൂടെ നടക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം നൽകുന്ന. പക്ഷെ നമുക്കുള്ള പ്രശ്നം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തെ പ്രവർത്തിപ്പിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവത്തെ പ്രവർത്തിക്കാനാണ് നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ പറയാനും പഠിക്കാനും പോകുന്ന 3 രാജാക്കന്മാർ ചിന്തിച്ചത്. എന്താണ് ഈ വേദഭാഗം എന്നത് വളരെ ചെറിയ വാക്കുകളിൽ ഞാൻ പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ വായിക്കണം. എന്നാൽ അതിൻ്റെ ചെറിയൊരു രൂപം മാത്രമേ പറയത്തുള്ളൂ. കാരണം അതിനുള്ളിലുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. 1-2 അറിവുകൾ നിങ്ങൾക്ക് വേണം. ഇസ്രായേൽ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പറയും ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ശരിക്കും നോക്കിയാൽ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ യാക്കോബിനെ കുറിച്ചും ഏശാവിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ യാക്കോബിൻ്റെ മക്കളാണ് 12 എണ്ണം ഇല്ലേ? രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ഇസഖാർ, സെബൂലൻ, ദാൻ, ഗാദ്, ആശേർ, ജോസഫ്, ബെന്യാമിൻ, നഫ്താലി. ഇങ്ങനെ 12 ഗോത്രങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഏശാവിൻ്റെ ചരിത്രമുണ്ട്. പക്ഷെ വേദപുസ്തകം എഴുതുമ്പോൾ കൂടുതൽ ആരെക്കുറിച്ചാണ് പരാമർശിച്ചേക്കുന്നത്? യാക്കോബിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, ഈ യാക്കോബിൻ്റെ തലമുറയുടെ കഥകൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പുറത്ത് ഏദോമിന് അല്ലെങ്കിൽ ഏശാവിന് ഒരു വംശപാരമ്പര്യമുണ്ട്. ഇപ്പുറത്ത് നമ്മൾ പഠിക്കുന്നത് യാക്കോബിനെ കുറിച്ച് മാത്രമാണ്. ഒരുപക്ഷെ അതവിടെ നിൽക്കട്ടെ. എന്തിനാണ് ഞാൻ ഈ കഥ പറയുന്നതെന്ന് ചോദിച്ചാൽ, വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 12 ഗോത്രങ്ങളുണ്ട്. അതിൻ്റെ ആമുഖ ചരിത്രത്തിൽ യാക്കോബും ഏശാവിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ് കിടക്കുന്നത്. 12 മക്കളായി അവർ മിസ്രൈമിൽ വരെ പോയി മടങ്ങി യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് വന്നു. അവർ 12 സ്ഥലങ്ങളിലായി താമസിക്കാൻ തുടങ്ങി. ആരൊക്കെയാ? ഈ ഗോത്രങ്ങൾ. അങ്ങനെ 12 ഗോത്രങ്ങളായി ഇവരിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഇസ്രായേൽ യോശുവ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനുശേഷം ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകന്മാരും ന്യായാധിപന്മാരുമാണ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇസ്രായേലിന് ആരില്ലായിരുന്നു? രാജാക്കന്മാരില്ല. അന്നുണ്ടായിരുന്നത് ആര് മാത്രമാണ്? പ്രവാചകന്മാരും ജഡ്ജസും പ്രോഫറ്റ്സും മാത്രമേ ഉള്ളൂ. അതാണല്ലോ വേദപുസ്തകത്തിലെ സംഭവം. ഇങ്ങനെയാണ്. അപ്പോൾ മറ്റ് ആളുകളെ എല്ലാം ഭരിക്കുന്നത് ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രാജാക്കന്മാരാണ്. ഇവരെ മാത്രം ഭരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരും
ന്യായാധിപന്മാരുമാണ്. അപ്പോൾ ഈ 12 ഗോത്രങ്ങൾ വന്ന് 12 സ്ഥലത്തായി താമസിച്ചു തുടങ്ങിയപ്പോൾ അവർ ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം, മറ്റുള്ളവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. അപ്പോൾ ശമൂവേൽ ആദ്യം പറഞ്ഞു ഇത് ബുദ്ധിമുട്ടാണ്, അത് പ്രതിസന്ധിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ വീണ്ടും അപേക്ഷിച്ചപ്പോൾ ദൈവം അംഗീകരിച്ചു. അങ്ങനെ ബെന്യാമിൻ ഗോത്രത്തിൽ കീഷിൻ്റെ മകനായ ശൗലിനെ ആദ്യത്തെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. ഇനി നിങ്ങൾ കാണണം, ഇപ്പോൾ 12 ഗോത്രങ്ങളായിരുന്നു. 12 ഗോത്രങ്ങളിൽ നിന്ന് ഒരുമിച്ച് അവർ നിന്നു. അവരെ ഭരിക്കുന്ന രാജാവാണ്. ഇപ്പം നമ്മളിപ്പം യുണൈറ്റഡ് കിങ്ഡം എന്നൊക്കെ അല്ലെങ്കിൽ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഗോത്രങ്ങളെ, ട്രൈബ്സിനെ മുഴുവനും 12 ഗോത്രങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ഇസ്രായേലിനെ ഭരിക്കാൻ അതിനെ അവർ ഇസ്രായേൽ എന്ന് വിളിച്ചു. ആ ഇസ്രായേലിനെ ആദ്യത്തെ രാജാവ് ആര് വന്നു? അവരുടെ ഏറ്റവും താഴത്തെ ഗോത്രമായ ബെഞ്ചമിൻ അല്ലെങ്കിൽ ബെന്യാമിൻ ഗോത്രത്തിലെ കീഷിൻ്റെ മകനായ ശൗൽ വന്നു. അപ്പോൾ ഇസ്രായേൽ ഒന്നായിട്ട് നിൽക്കുകയാണ്. എന്നാൽ രണ്ടാമത് അത് കഴിഞ്ഞ് നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ ശൗലിൻ്റെ മകനും അല്പസമയം രാജാവായിരിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമായി രാജാവായി രണ്ടാമത് വരുന്നത് ദാവീദിൻ്റെ കാലഘട്ടത്തിലും നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ ഒന്നായിരുന്നെങ്കിലും യഹൂദ ദേശത്തായിരുന്നു ആര് തൻ്റെ അല്ലെങ്കിൽ പാലസ് അല്ലെങ്കിൽ ആ കിങ്ഡം ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. ദാവീദ് എവിടെയാ? യഹൂദ ദേശത്ത്. അവിടെ ഞാൻ പറഞ്ഞു പല ഗോത്രങ്ങളുണ്ട്, അതിൽ യഹൂദ ഗോത്രത്തിലാണ് അവിടെ വന്നത്. യഹൂദ ഗോത്രത്തിൽ നിന്നാണ് ആര് എഴുന്നേറ്റ് വന്നത്? ദാവീദ് വന്നത്. അപ്പോൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരിക്കൽ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നാണ് ആര് വന്നത്? ശൗല് വന്നതെങ്കിൽ രണ്ടാമത് ഇസ്രായേലിനെ ഭരിക്കാനുള്ള ദാവീദ് വന്നത് ഈ യഹൂദ ഗോത്രത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനായ സോളമൻ വന്നു. അതാണ് ശലോമോന്റെ കഥ. അപ്പോഴൊക്കെ നിങ്ങൾ നോക്കണം, ഈ 12 ഗോത്രങ്ങളും ഒരുമിച്ച് ഇസ്രായേൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇസ്രായേൽ എന്ന പേരിലാണ് ഈ 12 ഗോത്രങ്ങളും അറിയപ്പെട്ടിരുന്നത്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഈ യാക്കോബിൻ്റെ 12 മക്കളും ചേർന്ന അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവരുടെ രാജാവായിരിക്കുന്നത് ശൗലോ, ദാവീദോ, അത് കഴിഞ്ഞ് ശലോമോനോ. എന്നാൽ ശലോമോന്റെ കാലഘട്ടത്തിൽ ശലോമോന്റെ മകനായ രഹോബെയാം വന്നിരുന്നുണ്ട്. രഹോബെയാം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ദാസവേല ചെയ്തുകൊണ്ടിരുന്ന രാജാവിന് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട്, ജെറോബെയാം എന്ന് പറയും. അദ്ദേഹവും രഹോബെയാമും കൂടെ ഒരു വഴക്കുണ്ടായി. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അതല്ല എൻ്റെ സംഭാഷണ വിഷയം. അതുകൊണ്ട് അവർ രണ്ടായിട്ട് മാറി. അങ്ങനെ 10 ഗോത്രങ്ങൾ എങ്ങോട്ട് മാറി? നോർത്തേൺ ട്രൈബ് എന്ന് പറഞ്ഞ് മാറി. 2 ഗോത്രങ്ങൾ സദേൺ ട്രൈബായിട്ട് മാറി. നിങ്ങളുടെ ഒരു അറിവിലേക്ക്, കാരണം എനിക്ക് ഈ കാര്യം പറയണമെങ്കിൽ ആമുഖത്തിൽ ഈ ചെറിയ അറിവുകൾ വേണം. ഞാൻ പറയാൻ പോകുന്ന 3 രാജാക്കന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അറിയണ എന്താണ് ഈ അച്ഛൻ ഈ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് 12 ഗോത്രങ്ങൾ ചേർന്നിരിക്കുന്നതാണെന്നും അതിൽ നിന്ന് ശലോമോൻ്റെ മകൻ വന്നപ്പോൾ അത് 2ആയിട്ട് മാറുന്നുണ്ടെന്നും രഹോബെയാമും ജെറോബെയാം എന്ന് പറഞ്ഞ് 2 പേർ വന്നു. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഗോത്രത്തിൽ ആര് വന്നു? അതായത് ശലോമോൻ്റെ ഗോത്രത്തിൽ തന്നെ സദേൺ കിങ്ഡം എന്ന് പറയുന്ന ഇസ്രായേൽ വന്നു. അവിടെ 2 ഗോത്രങ്ങളാണുള്ളത്. അതാരൊക്കെയാണെന്നറിയോ? യഹൂദ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും. ബെന്യാമിൻ ഗോത്രവും യഹൂദ ഗോത്രവും എവിടെ വന്നു? സദേൺ അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഇസ്രായേലിലെത്തി. ഇപ്പുറത്ത് നോർത്തേൺ കിങ്ഡത്തിൽ ഇസ്രായേലിൽ ആരൊക്കെ വന്നു? ബാക്കി 10 ഗോത്രങ്ങൾ. പേരുകളൊക്കെ അറിയാമല്ലോ, രൂബേൻ, ശിമയോൻ, ലേവി, ഇങ്ങനെ അങ്ങ് പോവും. യഹൂദ, ഇസഖാർ, സെബൂലൻ, ദാൻ, ഗാദ്, ആശേർ, ജോസഫ്, ബെന്യാമിൻ, ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം. ഇവർ 10 പേരും ഇപ്പുറത്തും നോർത്തേൺ എന്നും സദേണെന്നും 2ആയിട്ട് മാറി. അപ്പോൾ ഇവിടെയാണ് ഈ സംഭവങ്ങൾ, ഇവിടെയാണ് യുദ്ധം. പിന്നെ ഇസ്രായേൽ എന്ന് നമ്മൾ പറയുമ്പോൾ 10 ഗോത്രങ്ങൾ ചേർന്ന് ഒരു സ്ഥലത്തും 2 ഗോത്രങ്ങൾ ചേർന്ന് അപ്പുറത്തും യഹൂദ ഗോത്രം എന്ന്, അതാണ് ഒരു ഗോത്രം. യഹൂദ ഗോത്രം എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ പറയും ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും എന്നൊക്കെയാണല്ലോ പിന്നീടുള്ള ഭാഷകളിൽ കിടക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ചിന്തകളിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇസ്രായേലിന് 2 സംഭവങ്ങളുണ്ട്. 2 നോർത്തേൺ കിങ്ഡം ഉണ്ട്, സദേൺ കിങ്ഡം ഉണ്ട്. അതിന് 10 ഗോത്രങ്ങൾ ചേർന്നതാണ് നോർത്തും, 2 ഗോത്രങ്ങൾ ചേർന്നതാണ് സൗത്തും. അപ്പോൾ ഇങ്ങനെ 2 കിങ്ഡം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോൾ
2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ സംഭവം ഇങ്ങനെയാ. അതായത് മോവാബ് ദേശത്തൊരു രാജാവുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഇസ്രായേലിലെ കഥയാണെങ്കിലും മറ്റു പലയിടത്തും ആളുകളുണ്ട്. അവിടുത്തെ ഒരു രാജാവിൻ്റെ പേരാണ്, മോവാബ് ദേശത്ത് മേശ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. മോശയല്ല, മേശ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ഈ രാജാവ് ഇസ്രായേൽ രാജാവ് എന്ന് പറയുന്ന, അതായത് നോർത്തേൺ കിങ്ഡത്തിലെ രാജാവായിരുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞ 10 ഗോത്രത്തിൻ്റെ ഭാഗമായിരുന്ന ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു ആ കാലത്ത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരാളാണ് ആഹാബ്. ആഹാബ് രാജാവിന് ഏതാണ്ട് 100,000-ഓളം കുഞ്ഞാടുകളെയും 100,000-ഓളം വലിയ കോലാടുകളുടെയും രോമം കൊണ്ടുവന്ന് എല്ലാ വർഷവും കൊടുക്കും. എന്തിനാണെന്നൊന്നും ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ ശാസ്ത്രീയ വിഷയമൊന്നും അല്ലാത്തതുകൊണ്ട് എല്ലാ വർഷവും 100,000-ഓളം കുഞ്ഞാടുകളുടെ രോമവും 100,000-ഓളം ഈ കോലാടുകളുടെ രോമവും ആർക്ക് കൊടുക്കുമായിരുന്നു? ആഹാബ് രാജാവിന് മോവാബ് രാജാവായ മേശ കൊടുത്തുവിടും. എന്നാൽ ആഹാബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. മോവാബ് പറഞ്ഞു, അവിടുത്തെ രാജാവ് പറഞ്ഞു, ഇനിയും ഞാൻ നിനക്കൊന്നും തരുത്തില്ല. അപ്പോൾ ആരാണ് ഇസ്രായേലിൻ്റെ രാജാവായെന്നറിയാവോ? ആഹാബിൻ്റെ മകനായ യഹോരാം രാജാവായി തീർന്നു. നിങ്ങളുടെ പേരുകളൊന്നും പഠിക്കണ്ടെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും വേദവസ്തു എടുക്കുമ്പോൾ അച്ഛൻ ആ പേര് പോലും അറിയത്തില്ലെന്ന് വരണ്ട. അതുകൊണ്ട് യഹോരാം എന്ന് പറയുന്ന ആഹാബിൻ്റെ മകൻ ഇസ്രായേലിൻ്റെ രാജാവായി. സംഭവം കഴിഞ്ഞു. ഈ യഹോരാമനോടാ പറയുന്നത്, നിൻ്റെ അപ്പന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു, പക്ഷെ നിനക്കിനി ഒന്നും തരുത്തില്ല എന്ന് മോവാബ് രാജാവ് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ അവനൊരു പ്രയാസം. രാജാവ് നേരെ ജനങ്ങളെയൊക്കെ ശമരിയിലൊക്കെ എണ്ണി നോക്കി, യുദ്ധത്തിനുള്ള കഴിവുണ്ടോ എന്ന് നോക്കി. അപ്പോൾ അവന് മനസ്സിലെ കുറച്ച് കുറവുണ്ട്. ആ കുറവിന് വേണ്ടി അവിടെയാണ് യഹൂദ രാജാവായ യഹോശാഫാത്തിനെ വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സദേൺ കിങ്ഡത്തിലെ 2 രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ പേരാണ് ആരൊക്കെ? യഹൂദ രാജാവും ബെഞ്ചമിൻ ഗോത്രവും. അവരുടെ അടുക്കലേക്ക് ആളിനെ വിട്ടിട്ട് ചോദിച്ചു, നീ വരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ യഹോശാഫാത്ത് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് വരാം, നീയും ഞാനും നിൻ്റെ ജനവും എൻ്റെ ജനവും നിൻ്റെ കുതിരകളും എൻ്റെ കുതിരകളും ഒന്നാകയാൽ ഞാൻ നിൻ്റെ കൂടെ യുദ്ധത്തിന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിനായി തയ്യാറെടുത്തു. അവർ വെള്ളമെല്ലാം കരുതി. 7 ദിവസം കഴിഞ്ഞപ്പോൾ 3-മതൊരു രാജാവിനെയും കൂടെ വിളിച്ചു. ആ രാജാവിൻ്റെ പേരാണ് ഏദോം രാജാവ്. നിങ്ങൾ ആദ്യമായിട്ടാണ് തോന്നി ഈ വാദഭാഗം കേൾക്കുന്ന എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടോ വെച്ചോ? വേദപുസ്തകത്തിൽ ഉണ്ട്. നമുക്കിതുവരെ അത് വായനയിൽ വരാത്തത് കൊണ്ടാണ് എല്ലാവരും നോക്കുന്നു. അപ്പോൾ 3 രാജാക്കന്മാരെ ഞാൻ പരിചയപ്പെടുത്തി. ഇസ്രായേൽ രാജാവായ യഹോരാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ യഹൂദ രാജാവായ യഹോശാഫാത്ത്, 3-മത്തെ രാജാവാണ് ഏദോം രാജാവ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇത് ആരാച്ചാ ഏദോം രാജാവ്? ഈ വേദപുസ്തകം പഠിച്ചാൽ, ഞാൻ മുമ്പേ 2 പേരെ കുറിച്ച് വന്നു. യാക്കോബിനും മക്കളുണ്ട്, യേശാവിനും മക്കളുണ്ട്. യേശാവിൻ്റെ മക്കളാണ് ഏദോം എന്ന് ചുവന്നവനെന്നർത്ഥം. മനസ്സിലായോ? അവൻ പുറത്തു വന്നപ്പോൾ ചുമന്നവനാണെന്നല്ലോ. നിങ്ങൾ ഇനി പുസ്തകം വായിച്ചാൽ മതി, എനിക്ക് അതിലേക്ക് പോകാൻ സമയമില്ല. അതവൻ ചുമന്നവനായി പുറത്തു വന്നു. അതുകൊണ്ട് ഏദോം എന്ന് പറയുന്നത് യേശാവിൻ്റെ വംശപാരമ്പര്യം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ യാക്കോബും ഇവിടെ ആരൊക്കെ ഒരുമിച്ചു? യാക്കോബിൻ്റെ മക്കളും ഒന്നിച്ചു. അന്ന് വഴക്കിട്ടിട്ട് പോയതാ 2 കൂടെ. ആരൊക്കെയാ? യേശാവിൻ്റെ വംശപാരമ്പര്യത്തിൽ ഏദോം രാജാവ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ രാജാവിന് ആ നേഷൻ അപ്പോൾ കിങ് ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഒരു വാക്കേ പറയുന്നുള്ളൂ, ഏദോം രാജാവ്. ആ സമയത്ത് അവിടുത്തെ രാജാവാണ് ആരാണെന്ന് വേദോത്സവത്തിലില്ല. അപ്പോൾ നിങ്ങൾ 3 പേരെയും പരിചയപ്പെടും. ആകെ ഇതെങ്കിലും ഒന്ന് പരിചയപ്പെടണം. ഒന്ന്, ഇസ്രായേലിന് 12 ഗോത്രങ്ങൾ ചേർന്നപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജവംശമായിരുന്നു. അതിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. സോളമന് ശേഷം അത് 2ആയി വിഭജിച്ചു. അങ്ങനെ നോർത്തേൺ കിങ്ഡം എന്നും സദേൺ കിങ്ഡം എന്നും 2ആയിട്ട് വന്നു. അതിൽ തന്നെ നോർത്തിനെ വിളിക്കുന്നത് ഇസ്രായേൽ എന്നാണ്. 10 ഗോത്രങ്ങൾ ചേർന്നുകൊണ്ട് അവരെ നമ്മൾ വിളിക്കുമ്പോൾ, നിങ്ങൾ അതുകൊണ്ട് വേദപുസ്തകം വായിക്കുമ്പോൾ അറിയണം, 10 ഗോത്രങ്ങൾ ചേർന്നതിനെയാണ് ചില സ്ഥലത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 2 ഗോത്രങ്ങൾ എന്ന് പറയുന്നതാണ് ഏത്? യഹൂദ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവുമാണ്. അപ്പുറത്ത് യഹൂദ രാജാവ് എന്ന് പറയുന്നത് ശ്രേഷ്ഠനായിരിക്കുന്നവൻ യഹൂദനായതുകൊണ്ട് യഹൂദ ഗോത്രം എന്ന് വിളിക്കുന്നു. അവിടെ നിന്ന് 3-മത്തെ ഒരു രാജാവിനെ ഞാൻ പരിചയപ്പെടുത്തി. അതേതാണ്? ഏദോം രാജാവ്. അതായത് യേശാവിൻ്റെ വംശപാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ രാജാക്കന്മാർ വരുന്നതിന് മുമ്പ് ആ ദേശത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഏദോം രാജാവ്.
അതുകൊണ്ടാണ് ഏദോം എന്ന് പറയുന്ന ഒരു രാജാക്കന്മാർ. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഇസ്രായേൽ രാജാവ് വിളിച്ചപ്പോൾ യഹൂദ രാജാവും ഏദോം രാജാവും കൂടെ യുദ്ധത്തിനായി തയ്യാറെടുത്തു. എങ്ങോട്ടാ? അവർ മരുഭൂമി വഴിയായി മോവാബ് ദേശത്തേക്ക് യുദ്ധത്തിനായിട്ട് പോകാൻ തയ്യാറെടുത്തു. അവരേതാണ്ട് 7 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവർ കരുതിയിരുന്ന വെള്ളമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ വിളിച്ചു വരുത്തിയത് ആരാ? നമ്മൾ വീട്ടിലെല്ലാവരും വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ വീട്ടിൽ കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ വിഷമമല്ലേ? ഇസ്രായേൽ രാജാവ് വിചാരിച്ചടാ, ഞാനിപ്പോൾ എന്തു പറയും? അദ്ദേഹം ഒരു ഉപായം പറഞ്ഞു. എന്താ ഉപായം എന്നറിയാവോ? ദൈവമേ, അതുവരെയൊക്കെ ദൈവത്തെ വിളിക്കത്തില്ലെങ്കിലും നമ്മളും ഇതുപോലെ പ്രയാസം വരുന്നതുകൊണ്ടുള്ള ദൈവത്തെ എല്ലാം വിളിക്കും. ഇസ്രായേൽ രാജാവ് ഉടനെ പറയുക, എന്നാൽ ഈ 3 രാജാക്കന്മാരെ മരുഭൂമി കൊണ്ടുവന്നിട്ട് വെള്ളം തരാത്തവനാരാ? ദൈവമാണ്. അപ്പോഴത്തേന് നമ്മൾ ദൈവത്തിൻ്റെ പുറകെ ചെല്ലും. പുള്ളി എന്താടാ മിണ്ടാത്തത്? എന്നെ എന്താടാ സഹായിക്കാത്തത്? സത്യത്തിൽ പോയപ്പം വല്ലതും ചോദിച്ചായിരുന്നോ? നമ്മളും ഇതുപോലെ വീട്ടിലൊക്കെ പ്രാർത്ഥനയൊക്കെ കുറവാണെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴത്തേനും നമ്മൾ പറയും, എത്ര പ്രാവശ്യം ഞാൻ പള്ളിയിൽ പോയതാ? നീ എത്ര പ്രാവശ്യം എന്നെ കരുതിയിട്ടുണ്ട്? നീ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നിരവധി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. ഇതുപോലെ ഇസ്രായേൽ രാജാവ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആരോട് ചോദിച്ചില്ല? ദൈവത്തോട് ചോദിച്ചില്ല. പക്ഷേ പ്രതിസന്ധി വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം കിട്ടാതായപ്പോൾ അവൻ ദൈവത്തോട് പറയുകയാണ്, എന്നാലും യഹോവ എന്തൊരു പണിയാണ് കാണിച്ചത്. ഞങ്ങൾ 3 പേരെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഇവിടെ കൊല്ലാൻ വേണ്ടി നീ തയ്യാറെടുക്കുകയാണോ എന്ന് ആരോട് ചോദിക്കുക? യഹോവയോട്. അപ്പോൾ കൂടെ ഒരു മനുഷ്യനുണ്ട്. ആ പുള്ളിയുടെ പേരെന്താ? യഹൂദ രാജാവായ യഹോശാഫാത്ത്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകനായ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ പ്രവാചകനായ ആരെങ്കിലും ഉണ്ടോ എന്ന് ആര് ചോദിച്ചു? യഹൂദ രാജാവായ. അപ്പോൾ ഈ രാജാവായ ഇസ്രായേൽ രാജാവിന് വലിയ ബോധ്യമൊന്നുമില്ല, അവൻ്റെ രാജ്യത്തുള്ള കാര്യമാണ്. പക്ഷെ ഇസ്രായേൽ രാജാവിന് വലിയ ബോധ്യമൊന്നുമില്ല. പക്ഷെ ആർക്ക് ബോധ്യമുണ്ട്? യഹൂദ രാജാവായ യഹോശാഫാത്തിന് ബോധ്യമുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഇത് ദുഃഖത്തിന് പരിഹാരമുണ്ട്. നമ്മളൊക്കെ പരിമല വന്നിരിക്കുന്ന എന്തിനാ? ദൈവത്തിൻ്റെ പ്രവാചകനായ ഒരാൾ എവിടെയുണ്ട്? ഈ വിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ പ്രവാചകനായ ഒരാൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലേ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഷാഫാൻ്റെ മകനായ എലീഷ ഉണ്ട്. അതായത് ഏലിയാവിൻ്റെ കൈകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഷാഫാൻ്റെ മകനായ എലീഷ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യഹോശാഫാത്ത് പറഞ്ഞു, അവൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്. എന്തൊരു വിശ്വാസം ഇല്ലേ? അവൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട് എന്ന് ആര് പറഞ്ഞു? യഹോശാഫാത്ത് പറഞ്ഞു. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാതെ വിചാരിച്ചു. 3 പേരും കൂടെ ആരെ കാണാൻ പോയി? പ്രവാചകനായ എലീഷയെ കാണാൻ ചെന്നു. എലീഷയെ കാണാൻ ചെന്നപ്പോൾ എലീഷ പറഞ്ഞ വാക്കിതാ. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ പലയിടത്തും പോയി ആരാധനയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ദൈവം പറയുന്നൊരു വാക്കാ. എന്താണെന്നറിയോ? ഇസ്രായേൽ രാജാവായ യഹോരാമിനെ കണ്ടപ്പോൾ ആര് പറഞ്ഞു? എലീഷ പ്രവാചകൻ പറയുകയാണ്, നീ പോയി നിന്റെ അപ്പൻ്റെ പ്രവാചകൻ്റെ അടുക്കലും അമ്മയുടെ പ്രവാചകൻ്റെ അടുക്കലും പോയി ചോദിക്കുക, എൻ്റെ അടുത്തോട്ടല്ല. മനസ്സിലായോ? ആവശ്യത്തിന് മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരോടുള്ള ഒരു വലിയ പ്രവചനമാണ്. നീ നിന്റെ അപ്പൻ്റെ പ്രവാചകൻ്റെ അടുക്കലും അമ്മയുടെ പ്രവാചകൻ്റെ അടുക്കലും ചെല്ലുക എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളും പലപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസമേ എന്നെ ഒരു പയ്യന്, എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വീടൊന്ന് കൂതാശ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെച്ച് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ അച്ഛനോട് ഞാനൊരു സമയം പറയട്ടെ. ഞാൻ പറഞ്ഞോ മോനെ. ഞാൻ പറഞ്ഞു അവൻ്റെ പ്രയാസമല്ല, എനിക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു, അച്ഛാ 11:08 ആകുമ്പോഴത്തേനെങ്കിലും വീട്ടിനകത്ത് കയറണം. ഞാൻ പറഞ്ഞു ശരി മോനെ. അത് കഴിഞ്ഞ് 11:45 മുമ്പായിട്ട് അച്ഛൻ പാല് കാച്ചണം. ഞാനൊന്നും പറഞ്ഞില്ല. ശരിയാ മോനെ. ഞാൻ ചോദിച്ചു, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അവൻ പറഞ്ഞു ഒന്നുമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മയോ അപ്പനോ വല്ലതും ആയിരിക്കുമല്ലയോ, നിനക്കിത് വല്ലതും അറിയാവോ? ഒന്നുമില്ല അച്ഛാ, അവരെന്നോട് പറഞ്ഞു ഈ സമയം അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞു സാരമില്ല, നിൻ്റെ വിശ്വാസം അല്ലല്ലോ, നിൻ്റെ അമ്മയുടെ അപ്പൻ്റെയൊക്കെ വിശ്വാസമാണ് ഏത് ഇങ്ങനെ ആ സമയം. ഇനി നിങ്ങൾ ചിന്തിച്ചാൽ മതി അത് എന്താണെന്ന്. പക്ഷേ ഞാൻ അതിനകത്ത് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. എന്തുകൊണ്ട്? ആ മോനെ സംബന്ധിച്ച് വല്ലതും ഉണ്ടോ? അപ്പനും അമ്മയും ദൂരെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയും, മോനെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് എന്താണ് 11:08 നീ പള്ളി കയറണം.
എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ പ്രാർത്ഥന എത്ര കാണും? ഞാൻ പറഞ്ഞു, വീട് ചെറുതാണെങ്കിൽ 30 മിനിറ്റ് ആയിരിക്കും, വീട് വലുതാണെങ്കിൽ 1 മണിക്കൂറാവും. നമുക്കറിയത്തില്ലല്ലോ വീടിൻ്റെ സൗകര്യം. ഞാനിത് പറഞ്ഞത്, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആരുടെയൊക്കെ പോകുന്നത്. ഞാൻ ആ മോനെ ഒന്നും പറഞ്ഞില്ല. മോനോട് പറഞ്ഞു, മോനെ ഞാൻ ആ സമയത്തെല്ലാം ചെയ്തു തരാം, കാരണം ഇത് നിൻ്റെ വിശ്വാസമല്ല, നിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും. ഇതുകൊണ്ടാണ് യഹോരാമനെ കണ്ടപ്പോൾ ആര് പറഞ്ഞു? പ്രവാചകനായ എലീശ പറഞ്ഞു, നീ നിൻ്റെ അപ്പൻ്റെ പ്രവാചകൻ്റെ അടുക്കലും അമ്മയുടെ പ്രവാചകൻ്റെ അടുക്കലും ചെന്ന് ചോദിക്കുന്നതൊക്കെ നീ ഇത്രയും നാളും ആരോട് ചോദിക്കുന്നില്ല? ഇസ്രായേൽ രാജാവായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ എലീശായോടോ ദൈവത്തോടോ ചോദിക്കാതെ നടന്നിട്ട് ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ വന്നിട്ട് പറയുകയാണ്, നീ ഇതൊന്ന് ചെയ്തു തരണം. ഇത് നിങ്ങളും ഓർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ 2 വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. നീ അപ്പൻ്റെ പ്രവാചകനും, എന്താണെന്നറിയാം, ആഹാബും ഇസബേലും യഹോവയ്ക്ക് പകരം ആരാധിച്ചിരുന്ന ബാൽ വിഗ്രഹങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ആര് പറഞ്ഞത്? യഹോരാം പറഞ്ഞു. നമ്മളെല്ലാം പള്ളിയിൽ ഇരിക്കുമ്പോഴും നിങ്ങളൊന്ന് ചിന്തിക്കണം, ദൈവത്തിൻ്റെ പ്രവാചകനും ദൈവത്തിനും മാറ്റം വരുത്തുന്ന ചിലതിനെ നമ്മൾ സൂക്ഷിക്കുന്നെങ്കിൽ അത് കളയണം. അവിടെയാണ് പ്രവാചകനായ എലീശ പറയുന്നത്, നീ പോകേണ്ടത്, നീ അന്വേഷിച്ച് വരേണ്ടത് ദൈവത്തെ അറിയാതെ ജീവിച്ചിട്ട് നീ അന്വേഷിച്ച് വരേണ്ടത് എവിടെയല്ല, ദൈവത്തിൻ്റെ പ്രവാചകന്റെ സന്നിധിയിലല്ല. പക്ഷേ ഒരു വാക്ക് പറഞ്ഞു, അതാണ് എന്നെ അതിശയപ്പെടുക. ഈ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചതുകൊണ്ട് മാത്രമാണ് നീ പറയുന്നത് കേൾക്കാൻ ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്ന ചിലർ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലും പലതും ദൈവം നന്മകളായി പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ചില മനുഷ്യർ നിങ്ങളുടെ കൂടെയുണ്ട്. യഹോരാം എന്ന് പറയുന്ന ഇസ്രായേൽ രാജാവിൻ്റെ കൂടെ ആരുണ്ട്? യഹൂദ രാജാവായ യഹോ. അവൻ്റെ കയ്യിലൊരു പ്രത്യേകതയുണ്ട്. അവനെപ്പോഴും പ്രവാചകനോടും ദൈവത്തോടും സംസാരിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഞാൻ യഹോശാഫാത്തിന്റെ മുഖം ആദരിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ വാക്കുകൾ ഞാൻ കേൾക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം നമ്മുടെ വീട്ടിലെ അനുഗ്രഹമൊക്കെ ആരുടെയാണെന്നറിയാവോ? നിങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അന്നേരം ഒന്നും ഈ സാധനം തോന്നത്തില്ല. ദൈവത്തിൻ്റെ മക്കളായി പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ വീടുകളിലുണ്ട്. അവരെപ്പോൾ നഷ്ടപ്പെടുമോ അപ്പോൾ പിന്നെ പ്രവാചകന്റെയോ ദൈവത്തിൻ്റെയോ ശബ്ദം നിങ്ങൾ കേൾക്കുകയില്ല. ഇവിടെ അതാണ് പറഞ്ഞത്. ഇസ്രായേൽ രാജാവ് യഹോരാമനോട് പറയുന്നു, ഞാൻ നിന്റെ മുഖം ആദരിക്കുന്നത് ഈ യഹോശാഫാത്ത് എന്ന് പറയുന്ന യഹൂദ രാജാവിൻ്റെ നന്മ കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ സ്വീകരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന ആരുണ്ട്? ചില പ്രായമായവരുണ്ട് ഇല്ലേ? അവരുടെ അനുഗ്രഹമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല സന്തോഷങ്ങളും. മറന്നു പോകരുത്. ഇവിടെയാണ് യഹോശാഫാത്തിന്റെ മുഖം ആദരിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ രാജാവിൻ്റെ ദുഃഖം കേൾക്കാൻ ആര് തയ്യാറായത്? സത്യം പറഞ്ഞ് ഈ പരുമൽ തിരുമേനിയൊക്കെ അങ്ങനെ ഒരാളാ. നിങ്ങൾ പരുമൽ തിരുമേനി ഇഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അതൊരു യഹോശാഫാത്താ ഇല്ലേ? നിങ്ങൾ വന്ന് യഹോരാമനെ പോലെ പല പരിപാടിക്ക് പോയിട്ടായിരിക്കും ഇവിടെ വന്നിട്ട് വേദനയും ദുഃഖമൊക്കെ പറയുന്നത്. അപ്പോഴും ദൈവം പറയും, എങ്കിലും അവൻ പരുമൽ തിരുമേനിയെ പോലുള്ള ഒരു യഹോശാഫാത്തിനെ കൂടെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ നിന്റെ മുഖം അംഗീകരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥരൊക്കെ വേണ്ടി വന്നത്. നാം സ്നേഹിക്കുന്ന ചിലരാണവർ. അവരുടെ കൂടെ നിന്നാൽ മാത്രമേ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് ഇങ്ങനെ അവസാനം പ്രവാചകൻ പറഞ്ഞു, എന്തിനാ നിങ്ങൾ വന്നത് എനിക്കറിയാം. മരുഭൂമിയിൽ വെള്ളമില്ലാത്തതിൻ്റെ ദുഃഖം പറയാനാണ് വന്നതെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളെ ആടുമാടുകളും കുടിക്കത്തക്കണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നില്ലേ? നിങ്ങളുടെ മനസ്സുകളിലും ദൈവത്തിൻ്റെ ചില ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഒരു ഓർമ്മ, നിങ്ങൾ അപ്പൻ്റെ പ്രവാചകന്റെ അടുക്കലും അമ്മയുടെ പ്രവാചകന്റെ അടുക്കലും പോയിട്ടല്ല എവിടെ വരേണ്ടത്? ദൈവസന്നിധിയിൽ വരേണ്ടത്. അതുകൊണ്ട് ചിലപ്പോൾ പരിശുദ്ധന്മാരായ ഗ്രിഗോറിയോസിനെ പോലുള്ളവർ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ മുഖം ദൈവം, നമ്മുടെ വിചാരം നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ട്, കുറച്ച് നന്മയുണ്ട്, ഇതുകൊണ്ടൊക്കെ പുള്ളി അങ്ങ് പ്രസാദിക്കും. അങ്ങനൊന്നുമില്ല. ദൈവം പ്രസാദിക്കുന്ന നിന്റെ കയ്യിലിരിക്കുന്ന 1,00,000 ആടുകളെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നിന്റെ ധനം കണ്ടതുകൊണ്ടോ ഒന്നുമല്ല ദൈവം നിന്നെ. ദൈവത്തെ നീ അറിയുന്നെങ്കിൽ മാത്രമേ ദൈവം നിന്നെ ആദരിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ മുഖം നീ അറിയുന്നെങ്കിൽ മാത്രമേ
ദൈവമുഖം നിന്റെ ദൈവം നിന്നെ ആദരിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇവിടെ ഈ സംഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എലീശ പ്രവാചകൻ ഈ വാക്കുകൾ പറഞ്ഞിട്ട് വെള്ളമെല്ലാം ഒരു ചെറിയ കുഴികളെടുത്തു, കുഴികളിൽ വെള്ളം നിറഞ്ഞു, അവർക്കാവശ്യമായ വെള്ളം ലഭിച്ചു, അവർ മോവാബിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇത്രയും വലിയ സംഭവങ്ങൾ ചെറിയ നിമിഷം കൊണ്ട് സംഭവിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ദൈവം തന്ന ആദ്യ വാക്കുകൾ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലും കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും കുടിക്കത്തക്കവണ്ണം നിങ്ങൾ ഏത് പ്രതിസന്ധി കൊണ്ട് വന്നോ ആ പ്രതിസന്ധിയെ ദൈവം മാറ്റി ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. പക്ഷേ ഒരു ഉത്തരം, നിങ്ങൾ ആരെ അറിയണം? യഹോവയായ ദൈവത്തെ, അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങൾക്കറിയാം, ആഹാബ് രാജാവിന് കൊടുത്തുകൊണ്ടിരുന്ന 100,000-ഓളം കുഞ്ഞാടുകളുടെ രോമവും ആ വലിയ കോലാട്ടുകൊറ്റന്മാരുടെ രോമവും കൊടുക്കാതെ വന്നപ്പോൾ ആഹാബ് രാജാവിനോട്, അല്ലെങ്കിൽ മോവാബ് രാജാവിനോട് ആഹാബിൻ്റെ മകനായ യഹോരാമിന് ദുഃഖം, ദേഷ്യമുണ്ടായി. നമുക്ക് പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. എൻ്റെ അപ്പനേക്കാൾ എന്നെ മാനിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇല്ലേ, നമ്മുടെ പല ദേഷ്യങ്ങളും എന്തുകൊണ്ടാണ്? എന്നാലും എൻ്റെ വീട്ടിൽ ഇത്രയുണ്ട്, അവൻ എന്നെ ഒന്ന് നോക്കാനോ എന്നെ ഒന്ന് സ്നേഹിക്കാനോ ഇല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും സാധനം ഈ ഭർത്താവിന് കൊണ്ടു കൊടുത്തു, എങ്കിലും അവൻ ആ മനോഭാവം എങ്ങനെയാ? നമ്മുടെ പലപ്പോഴും ഉള്ള ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെയും ആഹാബിന് കൊടുത്തുകൊണ്ടിരുന്നത് മോവാബ് രാജാവും മാറ്റിവെച്ചു. കാരണം ഒരുപക്ഷെ ഇനിയും വലിയ ശക്തനായവനല്ല ഇസ്രായേൽ രാജാവ് എന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ട് അവനെ ഗമനിക്കാൻ തയ്യാറായില്ല. ആരാ? മോവാബ് രാജാവ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ അപ്പനേക്കാൾ എന്നെ ആദരിക്കുന്നില്ല. നമ്മുടെയൊക്കെ ഭവനങ്ങളുടെ ഒരു പ്രശ്നമായത്. എൻ്റെ ഭർത്താവ് എന്നെ ആദരിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ പിന്നെ ഭർത്താവ് തിരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയമ്മയോട് ഒക്കെ ഉള്ളൊരു പ്രശ്നമാണ്. എന്നെ എന്തുകൊണ്ട് ഗമനിച്ചാൽ പോരാ, എന്നെ എന്തുകൊണ്ട് മാനിക്കുന്നില്ല എന്ന ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ഇതൊക്കെ ആവശ്യമില്ലാത്തതുണ്ടോ? ഒരു യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം പഠിക്കണം. ഇവിടെ ആട്ടുകൊറ്റന്മാരുടെ രോമം കിട്ടിയില്ലെങ്കിൽ ഇവന് ജീവിക്കാനില്ലേ? നമ്മുടെ പ്രശ്നം എൻ്റെ അപ്പനേക്കാൾ എന്നെ എന്തുകൊണ്ട് മാനിക്കുന്നില്ല എന്ന് തോന്നുന്നതാണ്. ആഹാബ് രാജാവിൻ്റെ മകനായ ഇസ്രായേൽ രാജാവായ യഹോരാമിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകണം. ഇവിടെ ഞാനൊരു വാക്ക് പറഞ്ഞു. സ്നേഹിച്ചിരുന്ന യഹോശാഫാത്തിനോട് ഇസ്രായേൽ രാജാവായ യഹോരാം പറയുന്നു, നീ എൻ്റെ കൂടെ യുദ്ധത്തിന് വരണം. അപ്പോൾ അവൻ പറഞ്ഞ വാക്കെന്താ? ഞാൻ നിൻ്റെ കൂടെ വരാം. ആരൊക്കെയാ? നീയും ഞാനും, നിൻ്റെ ജനവും എൻ്റെ ജനവും, നിൻ്റെ കുതിരകളും എൻ്റെ കുതിരകളും ഒന്ന. എന്താ ഇതിനർത്ഥം? ഇസ്രായേൽ ഒന്നാണെന്നും 12 ഗോത്രങ്ങളിലെ 2 ഗോത്രങ്ങളാണ് ഞങ്ങളെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾ ഒന്നാണ്. മൂന്നാമതാരെയാണ് വിളിച്ചത്? യാക്കോവിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ വംശപാരമ്പര്യത്തിലെ ഏദോം രാജാവിനെ. നമ്മളും ഇങ്ങനെയല്ലേ, പ്രതിസന്ധി വരുമ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കൂടും. ഇല്ല, കോവിഡ് വരുമ്പോൾ എല്ലാവരും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഒന്ന്. അത് കഴിയുമ്പോൾ വീണ്ടും കാര്യത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രതിസന്ധികളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് മാറും. ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഇവിടെ ഞാൻ കൊണ്ടുവരുന്ന ഇതാണ്, ജീവിതകാലത്ത് ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്. യഹോശാഫാത്തിനെ വിളിച്ചപ്പോൾ യഹോശാഫാത്ത് പറഞ്ഞു, നിന്റെ ജനവും എൻ്റെ ജനവും, നിന്റെ ആളുകളും എൻ്റെ ആളുകളും, നിന്റെ കുതിരകൾ എൻ്റെ കുതിരകളും ഒന്നാ. കാരണം നമ്മുടെ എല്ലാം ദൈവം ആരാ? യഹോവയാ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിന്തിക്കണം, നമ്മുടെ എല്ലാം ദൈവം ആരാ? യഹോവയാണ്. അവൻ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട ദൈവമാണ്, യേശാവിൻ്റെ ദൈവം. അവൻ്റെ പിതാവിനെ ഇസഹാക്കിനെ എടുക്കുമ്പോൾ അങ്ങനെയാണ് സംഭവം, അല്ലേ? അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മക്കളാ. അപ്പോൾ ആ സംഭവത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നിന്റെ ജനവും എൻ്റെ ജനവും, നിന്റെ ആളുകളും എൻ്റെ ആളുകളും എല്ലാം ഒന്നാകിയാൽ ഞാൻ നിന്റെ കൂടെ യുദ്ധത്തിന് വരും. കാരണം അത് മോവാബ് ദേശമാണ്. ഇത് നമ്മുടേതല്ലാത്തടത്ത് യുദ്ധം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ വരും. ഞാൻ മുമ്പേ ഒരു വാക്ക് പറഞ്ഞു, നിന്നോട് കൂടെ സ്നേഹിക്കുന്ന ചിലരൊക്കെ നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ദൈവം നിന്റെ ജീവിതത്തിലൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രായമായവരായിരിക്കാം, അവരുടെ പ്രാർത്ഥനാ ജീവിതം ഭവനത്തിലുള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ മറന്നു പോകരുത്. അതിന് ഞാൻ പറയാൻ കാരണം, യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവ്
ഇസ്രായേൽ രാജാവായ യെഹോരാമിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണം അവനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇപ്പോൾ ഇസ്രായേൽ രാജാവ് തന്നെ യുദ്ധത്തിന് പോയാൽ ആര് തോറ്റുപോകുമായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്രായേൽ രാജാവ് തന്നെ യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ ആര് തോൽക്കുമായിരുന്നു? ഇസ്രായേൽ തോൽക്കുമായിരുന്നു. പക്ഷേ യഹൂദ രാജാവായ യഹോശാഫാത്തിനെ കൂടെ വിളിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവാചകന്റെ അനുഗ്രഹങ്ങളെ അറിയുവാൻ ഇസ്രായേലിന് സാധിച്ചത്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പ്രായമായതിനെയൊക്കെ എടുത്ത് കളയരുത്, കൂടെ വെച്ചേക്കണം. എങ്കിൽ മാത്രമേ ചില അനുഗ്രഹങ്ങളൊക്കെ ജീവിതകാലത്ത് നിങ്ങൾ അനുഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് യഹോശാഫാത്ത് ചിലപ്പോൾ ഒന്നും അല്ലായിരിക്കാം. യഹോശാഫാത്ത് ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലെ പല വിജയങ്ങളും ഉണ്ടായേക്കാം, എല്ലാം ശരി. പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, അങ്ങനെയുള്ള ചിലരുണ്ടെങ്കിൽ മാത്രമാണ് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നിന്നെ പലരും സ്നേഹിക്കുന്നതിന് കാരണം നിന്റെ പിതാവും. നമ്മൾ ഈ ഇടയ്ക്കിത് ചിന്തിക്കണം, നമ്മളെയൊക്കെ ഈ സമൂഹമൊക്കെ സ്നേഹിക്കുന്നില്ലേ? എൻ്റെ കാരണം എന്താ? നിന്റെ പിതാവിനോടും മാതാവിനോടും ഒക്കെയുള്ള ചില സ്നേഹമോ വാത്സല്യമോ ഒക്കെയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതും ഉണ്ടല്ലോ, പക്ഷെ നിന്റെ പിതാവിനോടും മാതാവിനോടുള്ള സ്നേഹമാണ്. വേദപുസ്തകത്തിൽ ഒരു സംഭവമുണ്ട് ഇല്ലേ? അതായത് ശൗലിൻ്റെ മകനായ ജോനാഥാനുണ്ട്. ജോനാഥാനും ദാവീദും തമ്മിൽ വലിയ സ്നേഹിതന്മാരാ ഇല്ലേ? വേദപുസ്തകം നിങ്ങൾക്കറിയാം. അതായത് ശൗലിൻ്റെ മകനായ ജോനാഥാനും പിന്നീട് രാജാവായി തീരുന്ന ദാവീദും തമ്മിൽ വലിയ സ്നേഹിതന്മാരാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോനാഥാൻ്റെ ഒരു മകനുണ്ട്, മുടന്തനായ മെഫീബോശേത്ത്. ഈ ജോനാഥാൻ മരിച്ചു കഴിഞ്ഞു. ആ രാജസിംഹാസനത്തിലേക്ക് ദാവീദ് വന്നു. ദാവീദ് ആദ്യം ചെയ്തത് എന്താ? ആ മുടന്തനായ തൻ്റെ സ്നേഹിതനായ ശൗലിൻ്റെ മകനായ ജോനാഥാൻ്റെ മകൻ മെഫീബോശത്തിനെ തൻ്റെ രാജകൊട്ടാരത്തിൽ കരുതി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓർക്കണം, നിങ്ങളെ പലരും സ്നേഹിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ മാതാപിതാക്കളോടോ നിങ്ങളോട് മറ്റുള്ളവരോടുള്ള ബഹുമാനമാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ്. ചിന്തിക്കരുതേ, ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല. ഞാനിന്ന് പലതും സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുമ്പോഴും എൻ്റെ ഒരു പ്രിയ മാതാവിനെ അമ്മച്ചിയെ ഞാൻ ഓർത്തുകൊണ്ടാണ് നിൽക്കുന്നത്. ആ അനുഗ്രഹമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയാൻ തക്കവണ്ണമുള്ള കരുത്ത് നൽകുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂട്ടി വായിച്ചത്, നിന്നെ പലരും സ്നേഹിക്കുന്നതിന് കാരണം നിന്റെ പിതാവും മാതാവും ഒക്കെ ജീവിച്ചത് കണ്ടിട്ട് അവർ നിന്നെ സ്നേഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് തളർന്നു പോയ ജോനാഥാന്റെ മകനായ മെഫീബോശത്തിനെ ആര് കരുതിയെന്നാ പറഞ്ഞത്? ദാവീദ് രാജാവായി വന്നു കഴിഞ്ഞപ്പോൾ ആ തളർന്നു പോയ മകൻ, കാരണം ജോനാഥാനോടുള്ള സ്നേഹം നിമിത്തം ആ മകനെ രാജകൊട്ടാരത്തിൽ വളർത്തി എന്നുള്ളതാണ്. എന്നാൽ ഈ വേദഭാഗത്ത് പറയുന്ന രണ്ടാമത്തെ കാര്യം, അവർ യുദ്ധത്തിന് പോകാനായി 3 പേരെ കണ്ടുപിടിച്ചു. ആരൊക്കെയാ? യഹൂദ രാജാവ്, ഇസ്രായേൽ രാജാവ്, ഏദോം രാജാവ്. അവർ ഏതുവഴി പോകാനാണ് തീരുമാനിച്ചത്? ഏതോ മരുഭൂമി വഴിയായി പോകാൻ. അതുകൊണ്ടാണ് ഏദോം രാജാവിനെ വിളിച്ചത്. ഏദോം രാജാവ് ആരാണെന്ന് ഞാൻ പറഞ്ഞു. യാക്കോബും ഏശാവും ഉള്ളപ്പോൾ ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന കിങ്ഡം വരുന്നതിന് മുമ്പ്, രാജാക്കന്മാർ വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സമൂഹത്തിലെ രാജാക്കന്മാരെയാണ് നമ്മൾ അങ്ങനെ വായിക്കുന്നതെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കണം, ഏത് വഴിയായി പോകണമെന്ന് അവർ ചോദിച്ചു. ഏതോ വഴിയായി പോകുന്നു. ഏതാണ്ട് 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് വെള്ളമെല്ലാം തീർന്നു. അവർ ഏറിയ ദിവസത്തേക്ക് കരുതിയിട്ടുണ്ട്. പക്ഷെ ഏറിയ ദിവസങ്ങളിലേക്ക് അവർ കരുതിയെങ്കിലും 7 ദിവസം കഴിഞ്ഞപ്പോൾ എന്തുപോയി? നിങ്ങൾ ഓർക്കണം, നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ കയ്യിലെല്ലാം കരുതിയിട്ടുണ്ടെന്ന്. ചിലപ്പോൾ നമ്മളൊക്കെ കരയത്തില്ലേ? കഴിഞ്ഞ ദിവസം നമ്മുടെ കുവൈറ്റിലെ ആ വലിയ ദുഃഖം നിങ്ങൾ ഓർത്തേ. അവരുടെ ആ വലിയ പ്രതിസന്ധി അവരാരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഗാസയിലെ ആ വലിയ ദുഃഖങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? യുക്രൈനിലെ ദുഃഖങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? പ്രതീക്ഷിക്കുന്ന അവരാരും ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പ്രവാചകനായ അതെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ദുഃഖങ്ങളാണ്. ആ ദുഃഖങ്ങൾക്ക് നമ്മളെല്ലാം അനുശോചനങ്ങളും പ്രാർത്ഥനകളും ആ മക്കൾക്ക് വേണ്ടി നടത്തണം, അത് സത്യമാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് അതല്ല. ഇസ്രായേലിനെ വഴി നടത്തുന്ന യഹോവയോട് ചോദിക്കാതെയാണ് ആര് പോകുന്നത്? നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്നിറങ്ങി പ്രാർത്ഥിച്ചോ, ദൈവമേ നിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ അല്ലേ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, മകൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, മകൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ജീവിതത്തിൽ ഒരു ജോലിക്കായി പോകും, എല്ലാ ദിവസവും ജോലിക്കായി ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് വേണം? ഒരു നിമിഷം പ്രാർത്ഥിക്കണം, ദൈവമേ
നീ ഇന്ന് എൻ്റെ ദൈവസ്വം എനിക്കായി നൽകി. ഞാൻ ഇന്ന് യാത്രയ്ക്കായി പോകുന്നു. മടങ്ങി വരുമ്പോഴും നിന്റെ കരങ്ങളിൽ എന്നെ കാത്തുകൊള്ളണമേ. ഇത് ചോദിക്കാതെയാണ് യുദ്ധത്തിന് ആര് പോയത്? ഇസ്രായേൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവർ ദൈവത്തിൻ്റെതാണ്. പക്ഷെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ അനുഭവം ഇല്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെതാണ്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ദൈവാനുഭവം ഇല്ല എന്നുള്ളതാണ്. ഈ 3 രാജാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഇസ്രായേൽ രാജാവ് പോകുമ്പോൾ ആരോട് ചോദിച്ചില്ല? യഹോവയോട് ചോദിച്ചില്ല. അതുകൊണ്ട് നിങ്ങളും ഭവനങ്ങളിൽ നിന്നിറങ്ങുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം. മടങ്ങി വന്ന നിന്റെ സന്നദ്ധിയിൽ വൈകുന്നേരത്ത് വീണ്ടും പ്രാർത്ഥിക്കുവാൻ എന്നെ മക്കൾ പോയിട്ട് വരുമ്പോൾ അവർ വിജയിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല മക്കളെ, നമ്മളാകെ പ്രാർത്ഥിക്കുന്ന പരീക്ഷ എടുക്കുമ്പോൾ ഇരിക്കട്ടെടാ മോനെ ഒന്ന് പ്രാർത്ഥിച്ചു. എടാ, എല്ലാ ദിവസവും അവനെ നോക്കുന്ന ദൈവമല്ലേ? പരീക്ഷയുടെ ദിവസം മാത്രമാണോ നോക്കേണ്ടത്? എല്ലാ ദിവസവും നിന്നെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് സംസാരിച്ചു വേണം നീ സഞ്ചരിക്കാൻ. ഇസ്രായേൽ രാജാവ് 3 രാജാക്കന്മാരെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴും ദൈവത്തോട് ചോദിച്ചില്ല, ഞാൻ യുദ്ധത്തിനായിട്ട് പോകണമോ വേണ്ടയോ എന്ന്. ആര് പോയി? 3 പേരെ വിളിച്ചു. അതുകൊണ്ട് എന്തു പറ്റി? വഴിയിൽ വെച്ചവർക്ക് വെള്ളമില്ലാതായി. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് ഓർക്കണം. ദൈവത്തിൻ്റെ കരുതലില്ലാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന നാം എവിടെ സഞ്ചരിച്ചാലും ചിലപ്പോഴൊക്കെ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ വന്നു ചേരാം. ഉണ്ട് ദൈവം ഇവിടെ പറയുകയാണ്, വെള്ളമില്ലാതായപ്പോൾ യഹോവയോട് ചോദിക്കാതെ നീ കരുതിയവ ഏറിയതുണ്ടെന്ന് നീ ചിന്തിച്ചാൽ അത് ജീവിതത്തിൽ വലുതല്ല. നീ കരുതിയിട്ടുണ്ടാകാം, നീ കരുതിയത് ഏറിയതാണെന്ന് നീ ചിന്തിക്കുന്നെങ്കിലും യഹോവ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിനകത്തില്ല എങ്കിൽ അത് അറിയാനായിട്ട് കഴിയില്ല. അവിടെയാണ് ഈ രാജാക്കന്മാർ ഈ പ്രതിസന്ധിയിൽ മരുഭൂമി 3 പേരും കൂടി ഇന്ന് കരയുകയാ. എന്തൊക്കെയാ? യഹൂദ രാജാവ് എന്തു ചെയ്യും? ഇസ്രായേൽ രാജാവ് കരയാൻ തുടങ്ങി. പിന്നെ ആര് കരയാൻ തുടങ്ങി? പക്ഷേ നിങ്ങൾക്കറിയാം, ഇവിടെ യഹൂദ രാജാവ് കരയുകയല്ല, അവൻ പുതിയ ഒരു ഹോപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് യഹൂദ രാജാവ് ചിന്തിച്ചു. അവൻ ചോദിച്ചു. അതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഇസ്രായേൽ രാജാവ് ദൈവത്തോട് പറയുക, നീ എന്തായാലും ഈ 3 പേരെയും കൊണ്ടുവന്ന് എന്തിനാണ് വഴിയിൽ ഈ ദുഃഖമൊക്കെ തരുന്നത്? ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം, നമ്മളൊക്കെ യഹോവയുടെ ഭക്തനായിട്ട് നടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഭക്തി നമുക്കുണ്ടോ? ഇസ്രായേൽ രാജാവ് ഇതേ പണിയാണ് കാണിക്കുന്നത്. ഇസ്രായേൽ എന്ന പേരിൽ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന രീതിയിൽ പ്രവാചകന്മാരുടെ കൂടെ അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുടെ കൂടെ നടക്കുമെങ്കിലും എന്തില്ല? ഉള്ളിൽ ദൈവത്തിൻ്റെ ഭക്തിയില്ല. പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് പറയും, നീ എന്താണ് ചെയ്യാത്തത്? കപടതയല്ലേ ഇത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. നിങ്ങളൊക്കെ വീട്ടിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കളിലും തലമുറകളിലും ആ പ്രാർത്ഥന കടന്നു വരത്തുള്ളൂ. പ്രതിസന്ധി വരുമ്പോൾ ഞാനും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നടത്തുന്നില്ല എന്നല്ലത്. യുദ്ധത്തിന് പോയപ്പോൾ ദൈവത്തോട് ചോദിക്കാതെയും ദൈവത്തിൻ്റെ പ്രവാചകനെ അന്വേഷിക്കാതിരുന്ന ആളാണ് ആര്? ഇസ്രായേൽ രാജാവ്. ഇപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തോട് പറയുകയാണ്, ഇവരുടെ മുമ്പിൽ വെച്ചൊരു പറയുകയാണ്, എന്തായാലും യഹോവ ഈ 3 പേരെ നശിപ്പിക്കാൻ മരുഭൂമിയിൽ കൊണ്ടുവന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ പറയരുത്. നമ്മൾ തിരിച്ച് ചിന്തിക്കണം, ഞാൻ എൻ്റെ ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തിന് ഭക്തനെന്ന് നടിക്കുകയാണോ? ദൈവത്തോടുള്ള ഭക്തിയിൽ ഞാൻ ജീവിക്കുകയാണോ? ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ഭക്തരെന്ന് നടിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഭക്തരാകണം ദൈവസന്നിധിയിൽ, ആ ദൈവസന്നിധി. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം, ഞാൻ ഇസ്രായേൽ രാജാവിനെ പോലെ അല്ലേ? പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഭക്തനാണെന്ന് നടിക്കുകയാണെങ്കിൽ തെറ്റാ. നിന്റെ ഭക്തി ഉണ്ടാകണം. ദൈവത്തോടുള്ള ഭക്തി സത്യസന്ധമായിരിക്കണം, കപടതയുള്ളതാകരുത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് യഹോവയുടെ ഭക്തനാണെന്ന് നടിച്ച ഇസ്രായേൽ രാജാവാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും. പല പ്രതിസന്ധികളിലും നമ്മൾ അങ്ങനെയാണ്. ഇവിടെയാണ് ഇസ്രായേലിനെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. തൻ്റെ കുറവുകളെ മറച്ചു വച്ച് യഹോവയുടെ പ്രവൃത്തികളായി ഈ പ്രതിസന്ധികളെ അറിയിക്കാനാണ് ആര് തയ്യാറായത്? ഇസ്രായേൽ രാജാവ് തയ്യാറാകുന്നത്. എന്നാൽ ഈ വേദഭാഗത്ത് നമ്മൾ പറയുകയാണ്, നീ തെരഞ്ഞെടുത്ത യാത്രകളിൽ നീ ആലോചന കഴിക്കേണ്ടത് ആദ്യം ദൈവത്തോടാകണം. ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ആയിരിക്കണം എന്നാൽ സഞ്ചരിക്കേണ്ടത്. പക്ഷേ നീ ആശ്രയിക്കുന്ന വഴികൾ ദൈവത്തിൻ്റെ വഴികളാണോ? ഇവിടെ ദൈവത്തിൻ്റെ വഴികളല്ല എങ്കിൽ നമ്മളൊന്ന് അന്വേഷിക്കണം. എവിടെയാണ് യഹോശാഫാത്ത് പറയുന്നത്,
ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ ഉണ്ടോ? പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവത്തെ അറിയുന്ന പ്രവാചകനായ, അല്ലെങ്കിൽ ഇസ്രായേൽ യഹൂദ രാജാവായ യഹോശാഫാത്ത് പറയുന്നു, ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, നിന്റെയും എൻ്റെയും പ്രതിസന്ധികൾക്കൊരു പരിഹാരം ഉണ്ട്. നമ്മളുടെയൊക്കെ പ്രതിസന്ധികൾക്കൊരു പരിഹാരമുണ്ട്. അത് ദൈവത്തെങ്കിലേക്ക് നിശ്ചയമായി നാം നോക്കിയാൽ നമ്മുടെയൊക്കെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് യഹോശാഫാത്ത് ചോദിച്ചത്, മരുഭൂമിയിൽ വെള്ളമില്ലായിരിക്കാം, നമ്മുടെ കയ്യിൽ നാളുകളിൽ ജീവിക്കാൻ ഒന്നുമില്ലായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അതിനകത്തുണ്ട്. അതുകൊണ്ട് യഹോശാഫാത്ത് ചോദിച്ചു, ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകനായ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ശാഫാന്റെ മകനായ ഏലിയാവിൻ്റെ കൈകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത എലീശ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് അവന് മനസ്സിലായി. അപ്പോഴാണ് യഹോവ പ്രവർത്തിക്കുമെന്നാണ് യഹോശാഫാത്ത് ചിന്തിക്കുന്നത്. ഞാൻ ഇനി എന്തുകൊണ്ടാണ് യഹോശാഫാത്ത് ഇങ്ങനെ ആയിരുന്നതിൻ്റെ ഒരു വാക്ക് മാത്രം ഞാൻ പറയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിനായി പോകുവാനായിട്ട് ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനെ വിളിച്ചു. യഹൂദ രാജാവ് അന്നും യുദ്ധത്തിന് ചെന്നു. അന്ന് ആഹാബ് രാജാവാണ്. യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ ഈ പ്രവാചകൻ, അല്ലെങ്കിൽ യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ ആഹാബിനെ കണ്ടപ്പോൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകാനാ. അപ്പോൾ ആദ്യം ചോദിച്ചു, നീ വല്ല പ്രവാചകനോട് ചോദിച്ചിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്? അപ്പോൾ ആഹാബ് എന്ന് പറയുന്ന രാജാവ് പറഞ്ഞു, ഞാൻ എല്ലാ പ്രവാചകന്മാരോട് ചോദിച്ചു, അവരെല്ലാവരും പറഞ്ഞു പോയാൽ നീ ജയിക്കും. അങ്ങനെ 400 പ്രവാചകൻ, ഇതാണ് ഈ 400 പ്രവാചകന്മാരാണ് അപ്പൻ്റെ പ്രവാചകന്മാരും അമ്മയുടെ. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, നീ നിന്റെ അപ്പൻ്റെ പ്രവാചകന്റെ അടുക്കലും അമ്മയുടെ പ്രവാചകന്റെ അടുക്കലും ചെല്ലുക. ഈ 400 പേരും എന്ത് പറഞ്ഞു? നീ ഗിലെയാദിൽ രാമോത്തിലേക്ക് പോയി യുദ്ധം ചെയ്താൽ നീ ജയിക്കുമെന്ന് ആഹാബ് രാജാവിനോട് ആര് പറഞ്ഞു? ഈ 400 പ്രവാചകന്മാരാരാ? ഈ അപ്പൻ്റെ പ്രവാചകന്മാരും അമ്മയുടെ അപ്പോൾ യഹോശാഫാത്ത് ഒരു ചോദ്യം ചോദിച്ചു, ഒരു ദൈവത്തിൻ്റെ പ്രവാചകനായ ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ, നമുക്കൊക്കെ എന്താ വേണ്ടത്? നമുക്കിഷ്ടമുള്ളത് ആരെങ്കിലും പറഞ്ഞാൽ അവൻ നമ്മുടെ പ്രവാചകനാ. പക്ഷെ അതൊരു പ്രതിസന്ധിയാണോ ദൈവത്തിൻ്റെ പ്രവാചകനാണോ എന്ന് നിശ്ചയിക്കാൻ കഴിയത്തില്ല. പക്ഷെ യഹോശാഫാത്തിന് എന്തു കഴിഞ്ഞു? ആ 400 പേരും ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് ആർക്ക് തോന്നിയില്ല? യഹോശാഫാത്തിന്. യഹോശാഫാത്ത് ചോദിച്ചു, ദൈവത്തിൻ്റെ ഒരു പ്രവാചകനുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഒരുത്തനുണ്ട്, അവൻ നമ്മൾ ചോദിച്ചാൽ പറയും യുദ്ധത്തിന് പോയാൽ നീ മരിക്കുമെന്ന് പറയും, അതുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെ ഇരിക്കെ യഹോശാഫാത്ത് പറഞ്ഞു, എന്തോ പറഞ്ഞാലും അവനെ വിളിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു മനുഷ്യൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവനെ നീ വിളിക്കണം. യഹോശാഫാത്ത് പറഞ്ഞതനുസരിച്ച് ആരെ വിളിച്ചു വരുത്തി? മീഖായാവ് എന്ന് പറയുന്ന പ്രവാചകനെ വിളിച്ചു. മീഖായാവ് വന്നിട്ട് പറഞ്ഞു, യുദ്ധത്തിന് പോയാൽ ആഹാബേ നീ മരിച്ചു പോകും. ഇത് കേട്ടപ്പോൾ ആഹാബ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇവൻ വന്നു കഴിഞ്ഞാൽ നല്ലതൊന്നും പറയത്തില്ല, വായിന്ന് വരുന്നത് ഏതാ? എൻ്റെ നാശത്തെക്കുറിച്ച് പറയത്തുള്ളൂ. പക്ഷേ അപ്പോൾ മീഖായാവ് പറഞ്ഞു, യഹോശാഫാത്ത് പറഞ്ഞു, നീ എന്ത് വേണേലും പറഞ്ഞോ. മീഖായാവിനെ എടുത്ത് അവിടെയുള്ള ഒരു കൂട്ടിൽ അടച്ചതിന് ശേഷം യുദ്ധത്തിനായിട്ട് ആഹാബ് പോയി. ആര് മരിച്ചു? ആഹാബ് മരിച്ചുപോയി. ഞാൻ എന്തിനാ പറഞ്ഞു? അതുകൊണ്ട് യഹോശാഫാത്ത് ആരാണെന്ന് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അന്വേഷിക്കുന്ന ഒരു രാജാവായിരുന്നു യഹോശാഫാത്ത്. അതുകൊണ്ടാണ് യഹോവ പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടെയാണ് യഹോശാഫാത്ത് ജീവിച്ചത്. അതുകൊണ്ട് നിന്റെ വഴികളെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരാകണം. നിന്റെ വഴികളെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരാകണം. ഇവിടെ ഒരു പരിമല തിരുമേനിയുണ്ട്, വിശുദ്ധന്മാരുണ്ട്. അവരായിരിക്കണം നിന്റെ ജീവിതത്തിലെ വഴികളെ നിയന്ത്രിക്കേണ്ടത്. ഇവിടെ ആരാ നിയന്ത്രിച്ചത്? യഹോശാഫാത്ത് നിയന്ത്രിക്കപ്പെട്ടത് മീഖാവ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ. ഇപ്പോൾ നിയന്ത്രിക്കപ്പെടുന്നത് എലീശ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെല്ലാം ദൈവസന്നിധി വരുമല്ലോ, എങ്കിലും ദൈവത്തിൻ്റെ പ്രവാചകനെ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? ഇതുണ്ടാകും. യഹോശാഫാത്തിന് അതുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകൻ ആര്, മീഖായാവ് ആരാണെന്നും എലീശ ആരാണെന്നും തിരിച്ചറിയാൻ നിന്റെ ജീവിതം നന്മയുള്ളതാണെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ പ്രവാചകനെ തിരിച്ചറിയാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ തിന്മയുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ പ്രവാചകനെ, കാരണം നിന്റെ തിന്മകളെ മറച്ചു വെക്കാനുള്ള പ്രവാചകന്മാരെയാണ് നീ അന്വേഷിക്കുന്നത്. മനസ്സിലായല്ലോ? നിന്റെ ജീവിതത്തിൽ നന്മയാണെങ്കിൽ
നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവാചകന്മാരെ നീ അന്വേഷിക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിൽ തിന്മയാണെങ്കിൽ നീ അത് മറയ്ക്കാനുള്ള പ്രവാചകന്മാരെയാണ് സൃഷ്ടിക്കുന്നത്, മറന്നുപോകരുത്. അതുകൊണ്ടാണ് ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാർ പറഞ്ഞതിനെ വിശ്വസിച്ച് അവരൊന്നും ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അല്ലായിരുന്നു, ഭോഷിൻ്റെ പ്രവാചകന്മാരായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നു, പക്ഷേ ഞാൻ പരിമല തിരുമേനിയെ ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ അനുഭവമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, വിശുദ്ധന്മാരെ കഴിയുന്നുണ്ടോ എന്നത് ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് നിന്റെ വഴികളെ നിയന്ത്രിക്കേണ്ടത് പ്രവാചകന്മാരാകണം. അത് എന്നാൽ ഇസ്രായേൽ രാജാവ് ആരെ ഇഷ്ടപ്പെട്ടില്ല? പ്രവാചകനായ എലീശാ. നമ്മുടെ ഒരു പ്രശ്നം ഇത്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ നല്ലതാകണമെന്ന് പറയുന്നവരെ നമ്മുടെ പിള്ളേർക്കുമൊക്കെ ഇഷ്ടം ആരെയാ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുകയായിരുന്നു, അവൻ്റെ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ചെറിയ പ്രതിസന്ധിയും പ്രശ്നമുണ്ട്. ഒരു ഹൈന്ദവനായിരിക്കുന്നൊരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് വേണ്ടത് എന്താണെന്നറിയാവോ? നമ്മൾ കർക്കശമായി നല്ലതാകണമെന്ന് പറയുന്ന അപ്പന്മാരെ അല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേർക്ക് വേണ്ടതെല്ലാം അല്ലേ, എന്താ അവർക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ളതിനെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതിനെയാണ് ആർക്ക് വേണ്ടത്? മക്കൾക്കും വേണ്ടത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചിലപ്പോൾ അവരോട് കർക്കശമായി പറയും ഇങ്ങനെ ജീവിക്കണം എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ട? TV ഒക്കെ വെച്ചു കൊടുക്കാമെങ്കിൽ പിള്ളേർ പറയും ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ജീവിതത്തെയാണ് ഞാനൊന്ന് ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് നിന്റെ വഴികളെ നിയന്ത്രിക്കേണ്ടത് പ്രവാചകന്മാർ, നിന്റെ ജീവിതത്തെ മാറ്റുന്ന പ്രവാചകന്മാരെ ആയിരിക്കണം നീ സ്നേഹിക്കേണ്ടതും കരുതേണ്ടതും എന്ന് ഓർക്കുക. അപ്പോൾ എലീശ പറയുകയാണ്, എലീശായുടെ അടുക്കൽ ആര് ചെന്നു? എലീശായുടെ അടുക്കൽ ആര് ചെന്നു? ഈ 3 രാജാക്കന്മാരോടെ ചെന്നു. അവിടെ യഹോശാഫാത്തിന്റെ മുഖം ആരാദരിച്ചു? ഇസ്രായേൽ രാജാവ്, അല്ലെങ്കിൽ യഹോശാഫാത്തിന്റെ മുഖം എലീശാ പ്രവാചകൻ ആദരിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇവന്റെ മുഖം ആദരിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ വരാൻ ഞാൻ നിന്നെ അനുവദിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയോ വന്നതെന്ന് എനിക്കറിയാം. എന്തിനു വേണ്ടിയോ വന്നത്? നിങ്ങൾ മരുഭൂമിയിൽ വെള്ളമില്ലാതെ വിഷമിക്കുന്നു. എന്നാൽ ഒരു ഉത്തരം അവിടെ പറഞ്ഞു, നീ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക ഒരു ഭാഗ്യമാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ ദൈവത്തെ പ്രവർത്തിപ്പിക്കുകയല്ല, ദൈവം എങ്ങനെ ആഗ്രഹിക്കുകയോ ആ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. 3 രാജാക്കന്മാരും ആഗ്രഹിച്ചു വന്നത് എങ്ങനെയാ? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം അല്ലേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കണം. പക്ഷെ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാ? കുഴിയെടുക്കാൻ പറഞ്ഞു, കുഴിയെടുത്തു, അവിടേക്ക് വെള്ളം വന്ന് നിറഞ്ഞു. നിങ്ങൾ കാറ്റ് കണ്ടില്ല, മഴ കണ്ടില്ല, മറ്റൊന്നും ഉണ്ടായില്ല. പക്ഷേ നാളെ രാവിലെ അവർക്കെല്ലാം, ആ പടജനങ്ങൾക്ക്, രാജാക്കന്മാർക്ക്, അവരുടെ ആടുമാടുകൾക്കെല്ലാം കുടിക്കത്തക്കവണ്ണം ആ താഴ്വര വെള്ളം കൊണ്ട്. അതുമാത്രമല്ല, മോവാബിനെ ജയിക്കാനുള്ള കൃപ കൂടി ആ 3 രാജാക്കന്മാർക്ക് ദൈവം കൊടുത്തു എന്നുള്ളത്. അതുകൊണ്ട് നീ ആഗ്രഹിച്ച വഴികളല്ല, ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് നമ്മൾ വളരണം. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. അധികമായ സമയമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആടുപാടുകളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയെ നമ്മൾ മറന്നു പോകരുത്. ദൈവത്തെ നമ്മൾ പ്രവർത്തിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നീ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ദൈവത്തെ ചലിപ്പിക്കുകയല്ല, ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഓർത്തിരിക്കുക, നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവം ചെയ്യണമെന്ന് പറയരുത്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്നായിരിക്കണം നിങ്ങളെല്ലാം. അവിടെയാണ് പറയുന്നത്, നിങ്ങൾ മഴ കണ്ടിട്ടും കാറ്റ് കണ്ടിട്ടുമാണ് ദൈവത്തിൻ്റെ അത്ഭുതത്തെ ചിന്തിക്കുന്നതെങ്കിൽ ദൈവം പറഞ്ഞു, നീ കാറ്റ് കൊണ്ടും മഴ കൊണ്ടുമല്ല, മറിച്ച് നീ ചെറിയ കുഴികൾ എടുക്കുക, അതിനുള്ളിൽ ദൈവത്തിൻ്റെ മഹത്തായ അത്ഭുതത്തെ കാണിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തകർച്ചകളിൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ ദൈവം ചൂണ്ടിക്കാണിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന
ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ഒരു രാജാവിനെ ഞാൻ പരിചയപ്പെടുത്തി. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ യഹോശാഫാത്തിനെ പോലുള്ളവരുണ്ട്. അത് ഭവനത്തിലെ വാർദ്ധക്യമുള്ളവരാകാം, അവരുടെ പ്രാർത്ഥനാ ജീവിതമായിരിക്കാം. നിന്റെ ജീവിതത്തിൽ അനുദിനം ദൈവം നന്മകൾ നടത്തുക. അതുകൊണ്ടാണ് എലീശ പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ യഹോശാഫാത്തിന് മുഖം ആദരിച്ചില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ രാജാവേ നിന്നെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും. നീ പോകേണ്ടത് അപ്പൻ്റെ പ്രവാചകന്റെ അടുക്കലും അമ്മയുടെ പ്രവാചകന്റെ അടുക്കലുമാ. കാരണം അവർ ദൈവത്തെ അറിയുന്നവരല്ല. അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന ഒരു മനോഹരമായ അനുഭവത്തിലേക്ക് നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതങ്ങൾ, നമ്മുടെ ഈ കൂട്ടായ്മകൾ കൂടുതലായി വരുന്നുവെങ്കിൽ അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഇന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.